നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു വിഷ്വൽ അവരുടെ കണ്ണിൽപ്പെട്ടത്. മുൻ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള ആർ ശ്രീലേഖ ആ സൈഡിൽ വിഷാദയായി നിൽക്കുന്നു. അങ്ങനെ വിഷാദയായി മുഖത്തൊരു ദുഃഖഭാവത്തോടെ നിൽക്കുന്ന ആർ ശ്രീലേഖയെ എല്ലാ മാധ്യമപ്രവർത്തകരും സൂം ചെയ്യുകയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അവിടെയുള്ള വേദിയിലിരുന്നതും വേദിയിൽ നിന്ന് വന്നതുമായിട്ടുള്ള എല്ലാ BJP പ്രവർത്തകരും പോയി കൈ കൊടുക്കുന്നു, അദ്ദേഹത്തിന് ആശീർവാദം വാങ്ങിക്കുന്നു. അദ്ദേഹം ഒരു സൈഡിലോട്ട് നടന്നു നീങ്ങുന്നു. ശ്രീലേഖ ഇത് നോക്കി നിന്ന ശേഷം അവർ വേറൊരു സൈഡിൽ കൂടെ മുഖം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ ആർ ശ്രീലേഖയോടൊപ്പം അല്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയുള്ള സകല ആൾക്കാരും ആർ ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അതായത് അവരൊരു ബ്യൂറോക്രാറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം വിളിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹം ക്ഷണിക്കാതെ പോകാനുള്ള ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. ആ വാദം ഒരിക്കലും തൃപ്തികരമല്ല എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.